ബറൂഖ് അറ്റഹ് അദോനായ് എലോഹിനു മെലക് ഹഒലാം. സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുകയും ഈ തിരുവചന പഠനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാർത്ഥന എന്ന വിഷയമാണ് നമ്മൾ തുടങ്ങി വെച്ചത്. വളരെ ഗഹനമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ്. നമ്മളതൊന്ന് ദൈവം തന്ന കൃപയ്ക്കൊത്തോണം ഒന്ന് ഗ്രഹിക്കാനുള്ള ശ്രമം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. യോജിച്ചത് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, നമ്മൾ കുറിവാക്യമായി വായിച്ചത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാമത് വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. ഈ റോമാലേഖനം വളരെ ഗൗരവമായി പഠന വിഷയമാക്കേണ്ട ഒരു ലേഖനമാണ്. പൗലൂസിന്റെ ലേഖനങ്ങളിൽ 6-ാമത്തെ ലേഖനമാണ് റോമാലേഖനം. എന്നാൽ ആ ലേഖനമാണ് അപ്പോസ്തല പ്രവൃത്തികൾ കഴിഞ്ഞാൽ ലേഖനങ്ങളിൽ 1-ാമത്തേതായി തിരുവെഴുത്തിൽ കൊടുത്തിരിക്കുന്നു. പൗലൂസിന്റെ 1-ാമത്തെ ലേഖനം ഏതാ നമുക്കറിയാം. തെസ്സലോനിക്കർ എഴുതിയ 1-ാം ലേഖനമാണ്. 2-ാമത്തത് തെസ്സലോനിക്കർ എഴുതിയ 2-ാം ലേഖനം. നമുക്കങ്ങനെ ക്രമമൊക്കെ അറിയാമല്ലോ, ഞാനത് ആവർത്തിക്കുന്നില്ല. 3-ാമത്തത് കൊരിന്ത്യർ ലേഖനമാണ്. 4 കൊരിന്ത്യർ 2-ാം ലേഖനമാണ്. 5 ഗലാത്യ ലേഖനമാണ്. 6 റോമാലേഖനമാണ്. അപ്പോൾ 6-ാമത്തെ ലേഖനമാണല്ലോ റോമാലേഖനം. അതിൽ നമ്മൾ കുറിവാക്യമായി വായിച്ചത് റോമാലേഖനം 8-ാം അധ്യായത്തിന് 26-ാമത് വാക്യമാണ്. 8-ാം അധ്യായം ആയതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് തൊട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ റോമാലേഖനം അല്ലല്ലോ പഠിക്കുന്നത്. ഈ 8-ാം അധ്യായത്തിൽ വളരെ വികലമായി വ്യാഖ്യാനിക്കുന്ന, തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു വാക്യമുണ്ട്. അത് അതിന്റെ 31-32 വാക്യങ്ങളാണ്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. 32-ാമത് വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? തെറ്റിദ്ധാരണ ഏറ്റവും അധികം ഉളവാക്കിയിട്ടുള്ള വാക്യം 32-ാമത്തെ വാക്യമാണ്. എന്ത്? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ, അഥവാ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അതിന്റെ ആ ഒടുവിലത്തെ വാക്യമാണ് കൂടുതലും ദൈവദാസന്മാർ എടുക്കുന്നത്. സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്നുള്ളത്. ഒരു ഉണർവ് യോഗത്തിന് ആ ഒരൊറ്റ വാക്യം മാത്രം മതി. സകലവും നിനക്ക് നൽകാതിരിക്കുമോ? പുത്രനെ തന്നവൻ സകലം നൽകാതിരിക്കുമോ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ നാടൻ ഭാഷയെ പറഞ്ഞ നിന്നലക്കാൻ ആ ഒരൊറ്റ പദം മതി. പക്ഷെ അവിടുത്തെ പ്രശ്നം എല്ലാം കൂടെ തരുന്ന കാര്യം അല്ലല്ലോ. പൗലോസ് എന്തുകൊണ്ടാണ് അങ്ങനെ ആ പ്രയോഗം നടത്തിയെന്ന് അറിയണമെങ്കിൽ അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിച്ചു വരണം. 18-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. 8-ാം അധ്യായത്തിന് 1 മുതൽ പറഞ്ഞേ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പെട്ടെന്ന് ഇതിലൊന്ന് കണക്ട് ചെയ്യാൻ ഞാൻ ഇടയ്ക്കൊന്ന് കയറിയത്. അതെന്താണ്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ എന്ന വെളിപ്പെടുവാനുള്ള തേജസ് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. 19-ാമത്തെ വാക്യം, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം എന്നുള്ള ആശയോടെ മായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തുന്നതിന്റെ കൽപ്പന നിമിത്തമത്തെ. സർവസൃഷ്ടി ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നവോടിരിക്കുന്നു നാം അറിയുന്നുവല്ലോ. എന്താ സംഭവം എന്നറിയാമോ? പൗലോസ് തേജസ്കരണത്തെ കുറിച്ച് പറയുക. തേജസ്കരണമാണ് 8-ാം അധ്യായത്തിന്റെ പ്രതിപാദ്യ വിഷയം. വിശ്വാസത്തുള്ള നീതീകരണമാണ് റോമാലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം. നമ്മൾ പൊതുവെ പറയുന്നുണ്ട്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അല്ലേ? ഞാൻ ആ വാക്യത്തിന്റെ കറക്റ്റായിട്ടുള്ള ആശയം മുമ്പ് ഒരിക്കൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. ആ വാക്യം അങ്ങനെയേ അല്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നല്ല.
എന്റെ നീതിമാൻ അവന്റെ ദൈവത്തിന്റെ വിശ്വസ്തതയാൽ ജീവിക്കും എന്നാണ്. പോട്ടെ, നമ്മളപ്പോ അതിന്റെ പുറകെ പോകണ്ട. ഞാൻ പറഞ്ഞത് 8-ാം അധ്യായത്തിൽ തേജസ്കരണം എന്ന വിഷയം പറഞ്ഞു വരികയാണ്. എന്നിട്ട് 31-ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, ഇത് സംബന്ധിച്ച്, അതിന് തൊട്ടുമ്പത്തെ വാക്യം ഒന്ന് വായിച്ചേക്കാം, അപ്പൊ പിടികിട്ടും. 20-30 ഞാൻ വായിക്കുകയാണ്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 30-ാം വാക്യം അവസാനിക്കുന്നത് എങ്ങനെ? നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 32-ാം വാക്യം തുടങ്ങുന്നു. 31-ാം വാക്യം, ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ഏത് സംബന്ധിച്ച്? തേജസ്കരണം സംബന്ധിച്ച്. കണ്ടോ? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? അപ്പൊ തന്നെ നമ്മൾ ചോദിക്കണം, ഏത് സംബന്ധിച്ച്? തൊട്ടുമുള്ളിൽ കിടക്കുകയല്ലേ, തേജസ്കരണം സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ഈ വിഷയത്തിൽ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ അതിനെ ആർക്ക് തടയാൻ പറ്റും? കണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് ആർ പ്രതികൂലം? ദൈവം നമുക്ക് എങ്ങനെയാണ് അനുകൂലമായത്? 32-ാം വാക്യം, സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി തന്നു എങ്കിൽ അവനോട് സകലം ഏത്? സ്വന്തം പുത്രനെ തന്ന ദൈവം തേജസ്കരണം കൂടെ നമുക്ക് തരാതിരിക്കുമെന്ന പൗലോസ് ചോദിച്ചേ. ക്ലിയർ ആയോ? സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ സകലം നൽകാതിരിക്കുമെന്നല്ല, ഈ തേജസ്കരണം പിന്നെ നമുക്ക് തരാതിരിക്കുവോ? അതിനാണ് 20-30 വാക്യം ചേർത്ത് വച്ച, മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. കണ്ടോ? ഇത് സംബന്ധിച്ച്, ഏത് സംബന്ധിച്ച്? തേജസ്കരണം സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ഈ വിഷയത്തിൽ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ആ തേജസ്കരണത്തെ ആർക്ക് തടയാൻ പറ്റും? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ തേജസ്കരണം കൊണ്ട് നമുക്ക് തരാതിരിക്കുമോ എന്ന് ആ വാക്യത്തിൽ. എന്റെ പൊന്നെ, ആ വാക്യം കൊണ്ട് ഒരു പോക്ക് പോയാൽ അതെവിടെല്ലാം കൊണ്ട് മാത്രം അറിയത്തുള്ളൂ. പറഞ്ഞാട്ടിലും സകലവും സകലവും എന്ത് സകലവും സ്വോത്രം. ഈ ആത്മീയനായി ജീവിക്കുന്നവൻ അങ്ങനെ സകലം എന്നൊരു സംഗതി ഇല്ലല്ലോ. പിന്നെ അവൻ എന്തേ ഉള്ളൂ? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിപ്പേൻ, അത്രേ ഉള്ളൂ. അല്ല, സകലം കൂടെ വാരി കൂട്ടാന്നില്ല. സ്വോത്രം. എന്ത് സകലവും? ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. പിന്നെ ആ യോഗ്യമല്ലാത്ത ലോകത്തിന് എന്താ വേണ്ടത്? സ്വോത്രം. ആ കുഴഞ്ഞല്ലേ. ക്ലാസ്സിന്റെ ആദ്യമൊക്കെ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ നല്ലതാണ്. പക്ഷെ ഇങ്ങോട്ട് വരും തോറും പരുവക്കേടിലേക്കാണ് വരുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു നമുക്ക് പഠിക്കാനുള്ളത് ലേഖനങ്ങളാണെന്ന്. ഇതിന്റെ ഫൗണ്ടേഷൻ പറയുന്നത് ഇങ്ങനാണെങ്കിൽ ലേഖനത്തിലേക്ക് കയറുമ്പോൾ എന്താവുമെന്ന് എനിക്കൊരു പിടിയില്ല. ഏതായാലും ഞാൻ വിശ്വാസത്താൽ മുന്നോട്ട് അങ്ങ് നീങ്ങുക. ഞാൻ ഒരു കാര്യം പറയാം, എന്തു വന്നാലും ഈ തിരുവെഴുത്ത് നെല്ലട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ഞാൻ തയ്യാറല്ല. തിരുവെഴുത്ത് എന്തു പറയുന്നു അത് അതേപടി മാത്രമല്ലാതെ എനിക്കതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വളച്ചൊടിക്കാൻ യാതൊരു റൈറ്റുമില്ല. ഞാനല്ല ഇതിന്റെ എഴുത്തുകാരൻ, ഞാനല്ല ഇതിന്റെ അതോറിറ്റി, ഞാനല്ല ഇതിന്റെ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത്. കൃപയാൽ ഇത് ഇങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ ദൈവം കൃപ തന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്ക് വേറൊന്നും പോകരുത്. കണ്ടോ? ആ തേജസ്കരണത്തിന്റെ ഞാൻ എന്തിനങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, അത്ര വലിയൊരു വിഷയം പറഞ്ഞു വെക്കുന്നതിനിടയ്ക്കാണ് ഈ 26-ാമത്തെ വാക്യം പറയുന്നെന്നുള്ളതാണ്. അത് പറയാനായിട്ടാ, അല്ല ഞാൻ റോമാലേഖനത്തിന് ക്ലാസ് എടുക്കാനല്ല. ഈ തേജസ്കരണം എന്ന വിഷയം വളരെ കൃത്യമായി റോമാലേഖനം 8-ാം അധ്യായത്തെ അത് പറയാം, അതിന്റെ വാക്യങ്ങൾ പരിചയമില്ലാത്ത ആരും തന്നെ ഈ ക്ലാസ്സിലില്ല. ഉണ്ടോ? ആരുമില്ല. 1-ാം വാക്യം എല്ലാവർക്കും കാണാപ്പാടമാ. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. ഞാൻ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ ഈ കാര്യം തന്നെ പറഞ്ഞു. ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവധി ഇല്ലെന്നല്ല.
മലയാളത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ പ്രധാന വാക്യം മിസ്സായിപ്പോയി. അതൊരു ഭയങ്കര കഷ്ടമായിപ്പോയി. ആ വാക്യം പൂർണ്ണമല്ല. എന്നാൽ ഇംഗ്ലീഷിൽ വായിച്ചു നോക്കില്ല, അതിന്റെ ബാക്കി കൂടെ ഉണ്ട്. മലയാളത്തിൽ അതില്ല. മലയാളത്തിൽ ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇംഗ്ലീഷിൽ, പ്രത്യേകിച്ച് കെയിൻ ജെയിംസ് വേർഷൻ ആണെങ്കിൽ കുറെ കൂടെ വ്യക്തമായി, Now therefore there is no condemnation to those who are in Christ Jesus, who walk not after the flesh but after the spirit. കണ്ടോ? ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അതിനകത്ത് ആ പ്രയോഗത്തിൽ ആ കുഴഞ്ഞു പോകുന്നത്. നമ്മുടെ എല്ലാം ചിന്ത ക്രിസ്തുയേശുവിലായപ്പോൾ രക്ഷപ്പെട്ടു, പിന്നെ നമുക്ക് ആറന്മുള വള്ളം കളിക്കും പോകാം, അനന്തോ വിളിക്കാം, മരാമണി ചെന്ന് കയ്യും പൊക്കാം, കുമ്മനാട്ട് വന്ന് ആത്മാവിനും നിറഞ്ഞ് അപ്പം പിന്നെ മേടിക്കുകയും ചെയ്യാം, കാരണം നമ്മൾ ക്രിസ്തുവിലായല്ലോ. നോ, നടക്കുകയല്ല. ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അപ്പൊ ശിക്ഷാവിധി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കണം. മനസ്സിലായല്ലോ? സ്തോത്രം. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണോ അതോ ജഡത്തിന് കീഴ്പ്പെടുന്നവരാണോ എന്ന് സ്വയശോധന ചെയ്യണം. ഞാൻ മുൻപ് ഓർപ്പിച്ചിട്ടുണ്ട്, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആത്മീയന്റെ സവിശേഷത ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചവർ വീണ്ടും അടിമതത്തിൽ കുടുങ്ങിപ്പോകാതെ ജീവിതം കൊണ്ട് തെളിയിക്കണം എന്ന് പൗലോസ് പറയുമ്പോൾ ജഡത്തിന്റെ പ്രവർത്തികളോ എന്ന് പറഞ്ഞിട്ട് ആത്മാവിന്റെ പ്രവൃത്തി എന്നല്ല, ആത്മാവിന്റെ ഫലമോ എന്ന് പറയുന്നു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. കണ്ടോ? 9 കൂട്ടം കാര്യങ്ങൾ. എന്താ ഈ 9 കൂട്ടം കാര്യത്തിന്റെ പ്രത്യേകത? സ്നേഹം, സന്തോഷം, സമാധാനം അത് നമ്മിൽ ഉണ്ടാകേണ്ടതാ. ദീർഘക്ഷമ, ദയ, പരോപകാരം, ടുവേർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരോട് കാണേണ്ടതാ. മനസ്സിലായാലോ? വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, ടുവേർഡ്സ് ഗോഡ്, ദൈവത്തോടുള്ളതാ. 3 ഡയമെൻഷൻ ആണ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ ഫലത്തിന്റെ ഡയമെൻഷൻ കണ്ടോ? ഒന്ന് നമ്മിൽ ഉണ്ടാകണം. എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം. മറ്റുള്ളവരോട് ദീർഘക്ഷമ, ദയ, പരോപകാരം. ദൈവത്തോട് വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. കേട്ടോ? ഇത് ദൈവത്തോട് വേണം. ഞാൻ ഒരു മിനിറ്റ് നിർത്തി എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഇതൊന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിക്കുമെന്ന് അറിയാനായിട്ടാ. നമ്മിൽ ഉണ്ടാകേണ്ട ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം. സ്നേഹം എന്ന് പറഞ്ഞാൽ അഗാപ്പയൊന്നും അല്ല. ദയവായി നിങ്ങൾ അഗാപ്പയുടെ പുറകെ ഒന്നും പോകരുത്. സ്നേഹം എന്താ ഞാൻ പിന്നെ പറയാം. ഗ്രീക്കിനകത്ത് 3-4 വാക്കെടുത്ത് അതാ സ്നേഹം എന്നൊക്കെ പറഞ്ഞ ഉടനെ ആത്മാവിൽ നിറഞ്ഞ് തുള്ളൊന്നും ചെയ്യരുത്. അതല്ല സ്നേഹം. സ്നേഹം എന്താ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ ടോപ്പിക്കിന്ന് മാറിപ്പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു കാര്യം പറയാനായിട്ടാണ്, ജഡത്തെ അനുസരിച്ച് നടക്കാതെ എന്നുള്ള കാര്യം പറയാനായിട്ടാണ്. അപ്പൊ സ്നേഹം, സന്തോഷം, സമാധാനം നമുക്ക് പേഴ്സണലി ഉണ്ടാകേണ്ടതാണ്. മറ്റുള്ളവരോട് വേണം ദീർഘക്ഷമയും ദയവും പരോപകാരവും. ദൈവത്തോട് വേണം വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. അപ്പൊ ദൈവത്തോട് സൗമ്യത വേണം അല്ലേ? അയ്യോ, നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിത്തരിച്ച തമ്പുരാൻ സ്വർഗത്തിൽ ഇരിക്കുന്നത്. ഇവരിഞ്ഞ് കേറി വന്ന് തല്ലുവോന്നോർത്താ തമ്പുരാൻ വിറച്ച അവിടെ ഇരിക്കുന്നത്. ദൈവത്തോട് സംസാരിക്കുമ്പോഴെങ്കിലും അല്പം സൗമ്യത കാണിച്ചുകൂടെ? ആലറി കൂകി തോണ്ടയുടെ ശബ്ദമൊക്കെ പോയി. നമ്മുടെ ചിന്ത എന്തറിയോ? ഈ നല്ല ശബ്ദത്തിൽ സംസാരിച്ചാൽ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന്. നമുക്ക് കിറുകിറാന്ന് ഇങ്ങനെ എന്ന് കേട്ടെങ്കിലേ തമ്പുരാൻ ഒരു സുഖമുള്ള ഒരു ചിന്തയായിപ്പോയി.
ഞാന് ഇപ്പൊ വെളിയിൽ ആരും കേൾക്കുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്യൂണറൽ സർവീസിൽ മർത്തോമേൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കേട്ടു. ഞാൻ അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന്, എത്ര മാന്യമായ നിലയിൽ ആ വാചകങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വരുവാൻ തൊക്കണം, ഇടയാ തീരുവാൻ തൊക്കണം, കാണുവാൻ തൊക്കണം, മരിക്കുവാൻ തൊക്കണം, ശ്വാസം പോകുവാൻ തക്കണം, ഇടയാ തീരുവാൻ തക്കണം, സാധിച്ചില്ലെന്നെല്ലാം പറഞ്ഞു തന്നെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. വാത്സല്യ ഫിലിപ്പച്ചാൻ മരിക്കുവാൻ തക്കണമായി ഇടയാ തീരുവാൻ തക്കണം സാധിച്ചല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഭൗതികശരീരമായി മോർച്ചയുടെ പ്രദേശത്തേക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കളയും. കഴിഞ്ഞ 2-3 ദിവസം ഞാൻ കേട്ട റാന്നിയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേല ചെയ്യുന്ന സെറ്റർ. ഏതാ റാന്നിയുടെ പ്രദേശം? നമുക്ക് റാന്നി എന്ന് പറഞ്ഞ ഒക്കുകയല്ല. റാന്നിയുടെ പ്രദേശം എന്ന് പറഞ്ഞാലേ ഒക്കുള്ളൂ, അല്ലേ? റാന്നിയുടെ പ്രദേശങ്ങളിൽ, വെറും റാന്നി എന്നല്ല, മോതിരവായലിന്റെ പ്രദേശങ്ങളിൽ കർത്താവിന് വേല ചെയ്യുന്ന ആട്ടെ, സ്തോത്രം. ഞാൻ പറഞ്ഞത് ദൈവത്തോട് സൗമ്യത, അത് കഴിഞ്ഞാലുള്ള സംഗതിയാണ് ഇന്ദ്രിയ ജയം. എന്താണ്? ഞാൻ മുമ്പ് നമ്മുടെ പണ്ടത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അത് കേട്ടുള്ളവർക്ക് ബോറടിക്കരുത്. ആത്മാവിന്റെ ഫലത്തിനകത്തുള്ളതാണ് എന്ത്? ഇന്ദ്രിയ ജയം. ഇംഗ്ലീഷിൽ കൊടുക്കുന്നത് സെൽഫ് കൺട്രോൾ എന്നാണ്. സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്. അതാണ് സെൽഫ് കൺട്രോൾ. ശരിയല്ലേ? ഇന്ദ്രിയ ജയം. അപ്പോൾ ആത്മാവിന്റെ ഫലമാണെന്ത്? സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ്. നിങ്ങൾ വഴക്കുണ്ടാക്കരുത് ഞാൻ അടുത്ത സെന്റൻസ് പറയുമ്പോൾ. ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയും. ആണല്ലോ? നമ്മൾ കാണുന്ന മുഴുവൻ അങ്ങനല്ല. ആത്മാവിന്റെ ഒഴുക്കിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടെന്ന് അറിയാൻ മേല നിൽക്കുക. വെളിച്ചപ്പാട് നിൽക്കും പോലെ നിൽക്കുന്നത്. നമ്മൾ ആ പരിസരത്ത് നിന്നൊക്കെ മാറിക്കണം. സ്തോത്രം. എനിക്ക് പിടി കിട്ടുന്നില്ല, പുസ്തകമായിട്ട് ഒക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് വഴക്കുണ്ടാക്കരുത്. വേദവസം പഠിപ്പിക്കുന്നു, ആത്മാവുള്ളവന് തന്നെത്താൻ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്ന്. നിയന്ത്രിക്കണം ആത്മാവാണെങ്കിൽ. നമുക്ക് ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരിസരബോധമില്ല, എന്തുവാ ചെയ്യണമെന്ന് അറിയത്തില്ല, എവിടാ നിൽക്കുന്നതെന്ന് അറിയത്തില്ല, എന്താ ചെയ്യുന്ന. നമ്മൾ ചിലർ പറഞ്ഞൂടെ, പരിസരം മറന്ന് ആരാധിക്കാൻ കൃപ നൽകണമെന്ന്. ഒരെണ്ണം അങ്ങനെ ആരാധിച്ചേക്കരുത്. പരിസര ബോധത്തോടെ ആരാധിക്കാവും. ഞങ്ങളെ തന്നെ മറന്ന്, പരിസരം മറന്ന്. എന്തിനാ പരിസരം മറക്കുന്നത്? പരിസരബോധത്തോടെ ആരാധിച്ച ഉൾക്കൊള്ളാത്തൊരു ദൈവത്തെയാണോ സേവിക്കുന്നത്? ആണോ? അല്ലല്ലോ. സ്തോത്രം. നമ്മുടെ ദൈവത്തെ ആ കൂട്ടത്തെ കൊണ്ട് കൂട്ടിക്കെട്ടരുത്. അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ? ക്ഷമിക്കണേ, എനിക്ക് ശരീരമായിട്ട് നല്ല സൗഖ്യമില്ല, അതുകൊണ്ടാണ് ഇടയ്ക്ക് ചുമയും. ശബ്ദം കേട്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും, പനിയുടെയും കഫക്കെട്ടിനൊക്കെ ചെറിയ പ്രയാസം. സാരമില്ല, അതുകൊണ്ട് ക്ലാസ് മുടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് 2 ചുമ നടന്നാലും ക്ലാസ് ഒക്കെ നടക്കണം. സ്തോത്രം. തലവേദനയാ ചുമയാന്ന് പറഞ്ഞ ഉടനെ ക്ലാസ് ക്യാൻസൽ ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ആരും കൊള്ളത്ര നാൾ കർത്താവിന്റെ പേര് നമ്മൾ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇടയ്ക്ക് വെള്ളം കുടിച്ചപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നത് അതിന് പറഞ്ഞത്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ആത്മനിറവുള്ളവന് സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകണം. അതില്ലെങ്കിൽ ആത്മാവാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പണ്ടത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പള്ളിക്കൂടത്തിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത അമ്മച്ചിമാർ, ചട്ടയും മുണ്ടുവിട്ട അമ്മച്ചിമാരൊക്കെ ഒരു പാട്ട് പാടി പകുതിയാകുമ്പോഴേ ആത്മപ്രേരണയോട് അങ്ങ് എഴുന്നേൽക്കും. പിന്നെ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കും. പക്ഷെ ആ നൃത്തത്തിന്റെ ഇടയിൽ ഒരു കാരണവശാലും അടുത്ത് നിൽക്കുന്ന ആളുടെ കാലെ കയറി ചവിട്ടുകയല്ല, മുമ്പിൽ ഇരിക്കുന്ന വേദപുസ്തകത്തെ ഒഴിച്ച് താഴെ ഇടുകയല്ല, കുടിക്കാൻ വെക്കുന്ന വെള്ളവും മറിച്ചിടുകയല്ല, ഉറങ്ങി കിടക്കുന്ന കൊച്ചിന്റെ കാലിലും കയറി ചവിട്ടുകയല്ല, തലയിലെ ആ നേരിയത് അതും താഴെ പോവുകയല്ല. ആ നൃത്തം ചെയ്യുമ്പോഴും ആ പരിജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ആത്മീക സന്തോഷം ഉള്ളപ്പോൾ തന്നെ പരിസരബോധം ഉണ്ടാക്കും. ഇന്നിപ്പോ പാട്ടൊക്കെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ പിന്നെ തലേന്നല്ല, മൊത്തം പോയാലും അറിയുന്നില്ല, പിന്നല്ല തലേന്ന്.
സ്തോത്രം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ മാത്രം അനുസരിച്ച് നടക്കുന്ന ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞാൽ അല്ലാത്തവനെല്ലാം അടിയുണ്ടെന്ന്. മനസ്സിലായോ? അല്ല, നമ്മൾ ആ വാക്കെടുത്ത് പ്രിയൊരു ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധി ഇല്ലെന്ന് പറഞ്ഞ് നമുക്ക് ഈ വൈബ്രേഷനിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈ വൈബ്രേഷനൊക്കെ ഇട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ചൈതന്യം ഉണ്ടാവുന്നൊന്നും ചിന്തിക്കരുത്. വൈബ്രേഷൻ ഇട്ടോ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. തന്നെ വൈബ്രേഷൻ വരുമല്ലോ. ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായല്ലോ? ഞാൻ പ്രാർത്ഥനയിലേക്ക് തന്നെയാ വരുന്നത്. തേജസ്കരണം, ശിക്ഷാവിധി എന്ന് ഒഴിവാകുന്നവൻ ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നുള്ള അതിദൃഢമായ ഡോക്ട്രിൻ സ്ഥാപിച്ചു വന്ന് തേജസ്കരണത്തിന്റെ ഘനഗാംഭീര്യത പറഞ്ഞു വരുന്നതിനിടയിൽ പൗലോസ് പറയാണ്, വേണ്ട പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. തേജസ്കരണം പ്രാപിക്കാൻ പോകുന്ന ആൾക്കാരോടാ പറഞ്ഞെന്ന് ഓർക്കണേ. അത്രയും അതിന്റെ വെയിറ്റ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ഇത്ര എല്ലാം പറഞ്ഞു വരാം, സമയം കളയാനായിട്ടല്ല. ഇത്ര ഗൗരവതരമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിനിടയിൽ പൗലോസ് എന്തിനാ ഈ പ്രാർത്ഥനയുടെ കാര്യം എടുത്തിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്നും തേജസ്കരണം പ്രാപിക്കാൻ പോവുകയാണെന്നും ആ തേജസ്കരണത്തിലൂടെ നിങ്ങളെ മുൻ നിയമിച്ചെന്നും ആ മുൻ നിയമിച്ചവരെ വിളിച്ചും ആ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ അതിനിടെ പറയാണ്, ദൈവമക്കളെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലോ, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നിങ്ങൾ അറിയുന്നില്ല എന്ന് പൗലോസ് പറയുമ്പോൾ ആ ടോപ്പിക്കിന്റെ ഗൗരവം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഞാൻ ഇത്രയും ഈ 14 മിനിറ്റ് കൊണ്ട് ചോദിച്ചേ. പ്രാർത്ഥന എത്ര വലുതാ! ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. കാരണം പരിശുദ്ധാത്മാവ് വേണം നമ്മൾ ഈ സബ്മിറ്റ് ചെയ്ത പേപ്പർ അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ. അറിഞ്ഞായിരുന്നോ പ്രാർത്ഥനയ്ക്കകത്ത് ആരൊക്കെയാ റോളുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന്? യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഇവിടുന്ന് കൊണ്ട് പിതാവിന്റെ അടുക്കൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തത് പരിശുദ്ധാത്മാവ്. ക്ലിയർ ആയോ? അപ്പൊ ആ പ്രാർത്ഥന എത്ര വലുതെന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അതിന്റെ ലെങ്ത് അല്ല ഉദ്ദേശിച്ചത്, അതിന്റെ വെയിറ്റ് നമ്മൾ എങ്ങനെയും കൈകാര്യം ചെയ്യേണ്ടതല്ല എന്നുള്ളതാണ്. ക്ലിയർ ആണ്. ഞാൻ റോമാലേഖനത്തിൽ നിന്ന് മടങ്ങി വരാം. നമുക്ക് പ്രാർത്ഥനയെ കുറിച്ചാണ് പഠിക്കുന്നത്, റോമാലേഖനം അല്ലല്ലോ. ദൈവം വെച്ചാൽ റോമാലേഖനം പഠിക്കാൻ നമുക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പോഴതിന്റെ എന്താ പറയുക, മിലിയ, അതിന്റെ സോഷ്യൽ സെറ്റിങ്, റിലീജിയസ് സിറ്റുവേഷൻ, കൾച്ചറൽ ഇഷ്യൂസ്, ഇതെല്ലാം കൂടെ ക്രോഡീകരിക്കുന്നുണ്ട്. മിലിയ എന്ന് പറയും, MILEU, പ്രൊനൗൺസ് ചെയ്യുന്നത് മിലിയ എന്നാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് തുടങ്ങി വെച്ചതായതുകൊണ്ട് അതിന്റെ ബാക്കി ഇന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങാം എന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഞാൻ ഓർപ്പിച്ചല്ലോ, തിരുവഴുത്തിൽ പ്രത്യേകിച്ച് 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്നാവശ്യപ്പെട്ടു. അറിയാൻ വയ്യാത്ത കാര്യം പഠിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ആദ്യം തന്നെ നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യം പഠിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അറിയാവുന്നവരോട് ചോദിക്കണം. അറിയാവുന്നവർ തലക്കനം കാണിക്കാതെ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. രണ്ടും ഉണ്ട്. ചില അറിയാൻ മേലെങ്കിൽ ചോദിക്കുകയില്ല. നമുക്ക് കാര്യം പറഞ്ഞാൽ ഇത് എന്നാന്ന് അറിയാൻ പറ്റൂ. സ്റ്റൈലിലൊക്കെ നിൽക്കുന്നത് കണ്ടാൽ എല്ലാം അറിയാൻ തോന്നും. പക്ഷെ പെട്ട് നിൽക്കുക എന്നുള്ളത് പിന്നെ അറിയത്തുള്ളൂ. ഞാൻ പണ്ട് എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് അന്ന് ഇന്നാണല്ലോ ബൈക്കൊക്കെ ഉള്ളു, അന്ന് ബൈക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ നടന്നു പോകുമ്പോൾ ഒരു CSA പള്ളിയുടെ മുമ്പിൽ കൂടെ വേണം അങ്ങോട്ട് പോകാൻ. ഞാൻ ആ പള്ളിയുടെ അവിടെ ക്രോസ് ചെയ്യുമ്പം ആ ഗേറ്റിന്റെ അവിടെ ഒരു പയ്യൻ നിപ്പുണ്ട്, ഒരു 14 വയസ്സുള്ള പയ്യൻ നിപ്പുണ്ട്. ഞാൻ പെങ്ങളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. തിരിച്ചു വരുമ്പോഴും അവൻ ആ ഗേറ്റെ പിടിച്ചോണ്ട് നിപ്പുണ്ട്. എന്നെ കൈ കാണിച്ചു, ഞാനും കൈ കാണിച്ചങ്ങ് പോയി. പിന്നീട് അറിയുന്നത് ഇവൻ അവിടെ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് ആരാണ്ടെ നോക്കി വെയിറ്റ് ചെയ്ത് നിന്നതാ. ഗേറ്റെ പിടിച്ചോണ്ട് നിന്നുണ്ടല്ലോ, ഈ കൈയുടെ ഈ നടുവരല്
ഈ ഗേറ്റിന്റെ ലോക്ക് കയറ്റിയിടുന്ന ആ ഹോളിനകത്ത് കയറിപ്പോയി. തിരിച്ചു വിളിച്ചിട്ട് ഇത് വരുന്നില്ല. ഇതിനെങ്ങനെ പിടിച്ചുകൊണ്ട് നമ്മളാണേലും അതിലേക്ക് നോക്കാൻ റോഡ് സൈഡിലാണല്ലോ വഴിസിലേക്ക് നിൽക്കുന്ന പുല്ലലൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ നമ്മൾ നിൽക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ഗേറ്റെ പിടിച്ചുകൊണ്ട് നിന്ന് അതിന്റെ ആ സാക്ഷ കയറ്റിയിട്ടുണ്ട് ആ ഹോള് ചുമ്മാ കിടക്കുകയായിരുന്നു. പള്ളിയുടെ ഗേറ്റില്ല, തുറന്നു കൊടുക്കല്ലേ. അപ്പൊ തുറന്ന ഗേറ്റെ പിടിച്ചുകൊണ്ട് നിന്നതാ. ഈ വിരൽ എങ്ങനെ ഇതിനകത്തൂടെ കയറിപ്പോയി, എന്ത് ഇത് വലിച്ചിട്ട് വരുന്നില്ല എന്ന് എന്റെ കൈവല്ല് കുടുങ്ങുന്ന അതിലെ പോയി ആരും പറയണ്ടേ. ഇവൻ പറയുന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇനി ഗേറ്റെ പിടിച്ചോണ്ട് നിപ്പുണ്ട്. 3.5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇനി ഗേറ്റെ പിടിച്ചോണ്ട് നിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞാലെല്ലാം മറ്റുള്ളവർക്ക് അറിയാനും രക്ഷിക്കാനും എന്തെങ്കിലും ചെയ്യാനായിട്ട് ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാൻ മനസ്സ് നമുക്കുണ്ടാകണം. അത് പറഞ്ഞു തന്നോടെ ചോദിക്കുകയും ചെയ്യാവുള്ളൂ. നല്ല ഗുരു ആയതുകൊണ്ട് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തു. അത് മാത്രമല്ല, ഒരു ക്ലോസും കൂടെ പറഞ്ഞു. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കാരണം യഹൂദ റാബായിമാർ തങ്ങളുടെ സ്റ്റുഡൻസിനെ, ശിഷ്യന്മാരെല്ലാം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. കൃപയാൽ രക്ഷിക്കപ്പെട്ട് കൃപയെ വന്നാൽ ഒരൊറ്റ സഭയിലും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് ഒരു റാബായിമാരും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. നിശ്ചയമായും അതിന്റെ ട്രെയിനിങ് നമ്മുടെ സഭകളിൽ നമുക്കുണ്ടാകണം. കർത്തദാസന്മാർ ഇപ്പൊ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, സാന്ദർഭികമായി സന്ദർഭാനുസരണം പ്രാർത്ഥിക്കാനായിട്ട് ദൈവമക്കൾ പ്രാപ്തരായിരിക്കണം. ഒരു ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അത് മാത്രമേ പ്രാർത്ഥിക്കാവൂ. സഭായോഗത്തിന്റെ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ വിഷയം മാത്രമേ എടുക്കാവൂ. അന്നേരം ജില്ലകൾ തോറും കയറി ഇറങ്ങി പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? ചിലർ അന്നേരമാണ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടിയും ഇന്ത്യയുടെ വടക്കേന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നത്. വടക്കേന്ത്യയുടെ കാര്യമോ ലോകരാജ്യത്തിന്റെ കാര്യമോ ഒന്നും ദൈവദാസൻ പറഞ്ഞില്ല. സഭായം പാട്ട് പാടിക്കഴിഞ്ഞ് പ്രാർത്ഥിച്ച് സഭായത്തിന് അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അന്നത്തെ ശുശ്രൂഷകളെ മാത്രം ഓർക്കുക. തിരുമേശ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പാടാൻ കൃപ തന്നല്ലോ, പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയല്ലോ, നല്ല സങ്കീർത്തനം, പ്രബോധനം, നല്ല സാക്ഷ്യങ്ങള്, തിരുവചന ചിന്തകൾ, തിരുമേശ ശുശ്രൂഷ എല്ലാം അനുഗ്രഹമാക്കി തീർക്കണമേ. വചനം കേട്ട് ബലപ്പെട്ട് മടങ്ങിപ്പോകാൻ കൃപ നൽകണമേ. ഇത്രയും ടോപ്പിക്ക് അതിനകത്ത് വരാവും. ഇപ്പൊ നമ്മൾ വടക്കേന്ത്യയിൽ വളരെ കഷ്ടപ്പെട്ട് പ്രധാന വലുത് ദൈവദാസന്മാരും ഓർക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കരുതെന്നല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ പറഞ്ഞ സന്ദർഭത്തിൽ അതല്ല ചെയ്യേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? നിങ്ങളുടെ മുഖം വാടുന്നു എന്നുള്ളതിനാൽ ഞാൻ അവിടുന്ന് മാറുന്നു. ഇല്ലെങ്കിൽ ഞാനും ഈ സ്ക്രീന് മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സഭകളിലും സാന്ദർഭികമായി പ്രാർത്ഥന എന്ന വിഷയം കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ ചോദിക്കട്ടെ. ഞാൻ എന്റെ വൈഫ് പറഞ്ഞ കാര്യം, ഒരാള് വളരെ മരണാസന്നായി, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ ചെന്ന് എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? വേഗം എടുത്തോണെന്ന് പ്രാർത്ഥിക്കുകയോ, കർത്താവേ ഇപ്പോഴും എടുക്കരുത്, ദീർഘായുസ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയോ? ഞാൻ പറയത്തില്ല, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെയുള്ള സന്ദർഭം നിങ്ങൾ എന്തോ പറഞ്ഞ് പ്രാർത്ഥിക്കും. കർത്താവ് ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു പറയുമോ? പുള്ളി വെള്ളം പോലെ ഇറങ്ങാൻ കിടക്കുക. നമ്മളോട് ചോദിച്ചാൽ ഈ നല്ല സമയത്തിനായി ദൈവം സ്തുതിക്കുന്നു പറഞ്ഞാൽ വീട്ടുകാർ നമ്മളെ അടിമുടി ഒന്ന് നോക്കും. ആ പുള്ളിയെ പെട്ടിയെ കയറ്റുന്നതിന് മുമ്പ് നമ്മളെ പെട്ടിക്കകത്ത് കയറ്റുമോ? ഞാനിപ്പോ പറഞ്ഞ സിറ്റുവേഷന്റെ കാര്യം പിടികിട്ടിയോ? അപ്പോൾ സാന്ദർഭികമായ സന്ദർഭാനുസരണം അവിടെ നമ്മൾ വെച്ചുകാരെന്ന് പറയരുത്. ശാരീരികമായ ക്ലേശം അനുഭവിച്ച് കിടക്കമേലായിരിക്കുന്നല്ലോ. ആരോഗ്യത്തോടെ ഓടി നടന്ന കാലം മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി മാതൃക ജീവിപ്പാൻ ദൈവദാസന് കൃപ കൊടുത്തു. അതൊക്കെ വേണം പറയാൻ. അല്ലാതെ ആയ കാലത്ത് ഇവൻ വലിയ പുള്ളിയായിരുന്നു, ഇപ്പോഴെങ്കിലും ഇവനെ കർത്താവ് പിടിച്ച് കാട്ടിലേക്ക് കിടത്തിയല്ലോ, കർത്താവ് മുഴുവൻ മഹത്വം അങ്ങയ്ക്കുന്നൊന്നും പറഞ്ഞേക്കല്ലോ. ചിലപ്പോ യാഥാർത്ഥ്യം അതായിരിക്കും. എന്നാൽ പോലും ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഞാൻ മടങ്ങി വരുന്നു. ഞാൻ ഓർപ്പിച്ചത് പ്രാർത്ഥന എന്ന വിഷയത്തിന്റെ 3 പ്രധാന പദങ്ങൾ. അതിൽ ഒന്നാമത്തെ പദത്തിന് തന്നെ 3 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ പദം പലാൽ,
ആ ഒരു വാക്കിൽ തന്നെ 3 അർത്ഥതലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്പീക്ക് ടു ദ ഹയസ്റ്റ് അതോറിറ്റി. ഏറ്റവും ഹൈ പൊസിഷൻ ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ആ ഹൈ പൊസിഷൻ ഇരിക്കുന്ന ഹയസ്റ്റ് അതോറിറ്റിക്ക് കൊടുക്കേണ്ട എല്ലാവിധമായ റെസ്പെക്റ്റും കൊടുത്തു വേണം പദം ഉപയോഗിക്കാൻ, ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ആക്ഷൻ ഉപയോഗിക്കാൻ, വൊക്കാബുലറി ഉപയോഗിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? കളക്ടറുടെ മുമ്പിൽ കൊണ്ടൊരു അപേക്ഷ കൊടുത്ത് 28-ാം തീയതിക്ക് മുമ്പായിട്ട് ഇത് പാസ്സാക്കി തരണമെന്ന് ഞാൻ പറയുകയാണ്. പറയോ കളക്ടറുടെ മുമ്പിൽ നിന്ന്? നമ്മൾ അതിനേക്കാൾ എത്ര വലിയ ടീമുകളാ. ഈ വിഷയത്തിൽ കർത്താവ് ഇടപെടണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് കർത്താവേ. ഓ, നീ ഇടപെട്ടേ മതിയാവും. നമ്മൾ കാര്യം അങ്ങോട്ട് കൊടുത്താൽ മതി. നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള കുഴപ്പമെന്നറിയാമോ? നമ്മൾ കുറെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കും, കർത്താവിനകത്ത് ഒപ്പിട്ടൊന്ന് സാങ്ഷൻ ആക്കിയേക്കാൻ. അതാ നമ്മൾ ചെയ്യുന്നത്. ഡേറ്റ്, തീയതി, സമയം എല്ലാം കൂടെ ചേർത്തൊരു വലിയ ലിസ്റ്റ് തയ്യാറാക്കി അങ്ങോട്ട് കൊടുക്കുക, ഒന്ന് ഒപ്പിട്ട് സാങ്ഷൻ ആക്കി തന്നേ. അതല്ല പ്രാർത്ഥന. തിരിച്ച ഒരു ബ്ലാങ്ക് പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ഒപ്പിടണം. എന്നിട്ട് കർത്താവിന്റെ കയ്യിൽ, കർത്താവേ അങ്ങ് ഹിതം എന്താണോ അതൊന്ന് എഴുതി ചേർത്തേര്. അതാ പ്രാർത്ഥന. ക്ലിയർ ആയോ? സ്വോത്രം. എനിക്ക് കസ്തരം എഴുന്നേറ്റ് തുള്ളിയാ കൊള്ളാമെന്നുണ്ടായിരുന്നു. നിങ്ങൾ വല്ല വിധേനം പുള്ളി നിർത്തിയാൽ മതി നോർത്തിരിക്കുന്നുണ്ടാ ഞാനും അങ്ങ് കുഴയുന്നു. സ്വോത്രം. മനസ്സിലായോ? നമ്മൾ ഏതാണ്ടല്ല ലിസ്റ്റ് എല്ലാം കുറച്ചങ്ങോട്ട് എഴുതി റെഡിയാക്കിയിട്ടേച്ച് കർത്താവേ ഞങ്ങൾ അങ്ങോട്ട് തരികയാണ്. കഴിഞ്ഞ 21 ദിവസക്കാലം ഈ വിഷയത്തിന് വേണ്ടിയാണല്ലോ ഞങ്ങൾ മല്ലു പിടിച്ചത്. കർത്താവേ ഇന്ന് 20-ാം ദിവസമാണ്. നാളത്തെ പകൽവേളയിൽ, നാളത്തെ പകൽവേളയില്ല, പകലുകാലം, കാലം ചേർച്ച പറയുള്ളൂ. രാത്രിക്കാലം, പകൽക്കാലം, പിന്നെ വേറെന്തുവാ, ഏതാണ്ട് കുറെ കാലമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്നോട് പണങ്ങരുത്, ഞാൻ ഈ വിമർശന ബുദ്ധിയെ പറയുന്നു തോന്നുകയും ചെയ്യരുത്. അങ്ങനല്ല. ഈ ദൈവകൃപയിൽ വരുമ്പോഴെങ്കിലും നമുക്കിനകത്തൊരു മാറ്റം വരണ്ട, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല ഞാൻ നല്ലവരും നിങ്ങളെല്ലാം മോശക്കാരും ആ അർത്ഥത്തിലൊന്നും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് എന്നാ ഒരു മാറ്റം ഉണ്ടാകുന്നത് ഞാൻ ഉൾപ്പെട്ട എൻ്റെ സമൂഹത്തെ കണ്ടുള്ള വേദന കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ല നിങ്ങൾ വേറെ ചിന്തിക്കണ്ട. പോട്ടെ. നമ്മൾ ഈ ലിസ്റ്റ് എല്ലാം കൂടെ തയ്യാറാക്കിയിട്ട് കർത്താവ് കൊണ്ട് സാങ്ഷൻ ആക്കി ചെടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങ് എന്തെഴുതിയാലും എനിക്ക് ഇഷ്ടമാണ്, ഞാൻ അംഗീകരിക്കുന്നു, യെസ് ഐ എഗ്രീഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ടൊരു ബ്ലാങ്ക് പേപ്പർ കർത്താവിന്റെ കയ്യിൽ കൊടുത്തേച്ച്, കർത്താവേ ഇന്ന് പകൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്തൊക്കെ സാഹചര്യമാണ്, അങ്ങയുടെ തിരുഹിതം ഈ വിഷയത്തിൽ വെളിപ്പെടണമെന്ന് പറഞ്ഞൊരു ബ്ലാങ്ക് പേപ്പർ കൊടുത്തേ. അതാണ് ദൈവപ്രസാദമുള്ള പ്രാർത്ഥന. പുത്രൻ പ്രാർത്ഥന അങ്ങനെയല്ലേ? പിതാവേ അങ്ങ് എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ ഭംഗിയായി നിർവഹിച്ചു, ഒന്നും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. എന്നെ എന്തെല്ലാം ഏൽപ്പിച്ചു വിട്ടോ അതെല്ലാം കൃത്യമായി ഞാൻ നിറവേറ്റിയിരിക്കുന്നു എന്ന് പുത്രൻ പിതാവിനോട് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞതുപോലെ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു ദൈവത്തെ അല്ല, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഹിതം എന്താണോ അത് നിറവേറ്റുന്നവരായിരിക്കണം ദൈവമക്കൾ. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം നിറവേറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നല്ല, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള തിരുഹിതം എന്താണോ അത് ഈ ആയുസ്സിൽ നിറവേറ്റാൻ നമുക്ക് കഴിയണം. ആ തിരുഹിതം എന്താണെന്ന് ആരാഞ്ഞറിയാൻ ദൈവത്തിലിരിക്കുന്ന സമയത്തിന്റെ പേരാണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? നമ്മൾ ലിസ്റ്റുമായിട്ട് പോയി ദൈവത്തിൽ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് കൽപ്പിച്ചാലും. കണ്ടോ? ഒരു വിനീത വിധേയനായി നിൽക്കുന്ന ദാസനെ പോലെ. യെസ്, അങ്ങനെ ആയിരുന്നല്ലോ പുത്രനും. ദാസനെ പോലെ
സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനെ വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനെ. കണ്ടോ, ദാസനായി. എങ്ങനെ? അവിടുത്തെ ആശയം എന്നറിയാമോ? നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കയറുമ്പോൾ നമ്മളെ റിസീവ് ചെയ്ത് നമ്മളെ കൊണ്ടിരുത്തി കഴിയുമ്പോൾ ഒരാൾ വരുമല്ലോ, സാർ എന്താണ് വേണ്ടത്? ഉടനെ നമ്മൾ മെനു കാർഡ് കിട്ടിയങ്ങളെല്ലാം നോക്കിച്ച് നമ്മൾ പറയാ 2 ചിക്കൻ ബിരിയാണി, പിന്നെന്തുവാ 2 ചില്ലി ചിക്കനും. ഓക്കെ സാർ. അവനെടുക്കാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോ ഏയ് അല്ലെ ചില്ലി ചിക്കൻ വേണ്ട, ചപ്പാത്തി കാണുമോ? ഉണ്ട് സാർ. എന്നാ ഒരു 2 സെറ്റ് ചപ്പാത്തിയും ബീഫ് ഫ്രൈയും മതി കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. ആകുമ്പോ പിന്നെയും പറയുന്നു വിളിക്കാം, സാർ അല്ലെ ഇവർക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല, ചപ്പാത്തി ഒക്കെ, ബീഫിന് പകരം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫിഷ് എന്തെങ്കിലും? ഉണ്ട് സാർ. ഇന്ന ഫിഷ്, ഓക്കെ, അതെടുക്കാൻ അങ്ങനെ എന്തെങ്കിലും പിന്നെയും വിളിക്കുക. എത്ര പ്രാവശ്യം വിളിച്ചാലും യെസ് സാർ, ഓക്കെ സാർ, യെസ് സാർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളില്ലേ? അങ്ങനെ നിൽക്കുന്നതിനാ ഈ പറഞ്ഞ്. ആദ്യം ഒന്ന് പറയും അത് ഓക്കെ ആണെന്നൊന്നും പറയാം, അതല്ല വേറെയാ. നമ്മളാണ് അതെന്നാ മുമ്പേ അങ്ങനല്ലോ പറഞ്ഞത്, 20-ാം തീയതിക്ക് പാർട്ടി വിഷയത്തിൽ ഇടപെടുന്നല്ലേ പറഞ്ഞ, പിന്നെ ഇപ്പൊ മാറ്റി പറഞ്ഞാൽ എങ്ങനെ? എത്ര നാളായി ഞാൻ ഈ വേല ചെയ്യുന്നു, അങ്ങക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, ഞാൻ എന്റെ 18-ാമത്തെ വയസ്സിൽ ഇറങ്ങിയതല്ലേ കേട്ടോ. അവൻ ദാസനല്ല. ദാസനാണെങ്കിൽ ഒരു കാര്യം ഏൽപ്പിച്ചു വിട്ട് അങ്ങ് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും തിരിച്ചു വിളിക്കുന്നത്, ഇവ അത് വേണ്ട ഇത് മതി, ഓ യെസ് ആയിക്കോട്ടെ. അതിന് പോകുമ്പോഴാ നോ 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 അത് വേണ്ട കേട്ടോ, പ്ലാൻ ഒന്ന് മാറ്റി, ഇങ്ങനെ മതി, യെസ് ഐ എം റെഡി. പറ്റുമോ? പറ്റുമോന്നാ ഞാൻ ചോദിച്ചേ. 2025 പാലും നമ്മളെ കുറിച്ച് തമ്പുരാൻ പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് തമ്പുരാൻ പ്ലാൻ മാറ്റി. നീ കൃപയെ നിട്ടേച്ച് പോവോ നിൽക്കുവോ പറ? നമ്മള് ദാസന വേറെ അർത്ഥത്തിലൊക്കെയാ കാണുന്നത്. ഓഫ് കോഴ്സ് അർത്ഥങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഈ ഒരു ദാസനെ പോലെ ആകാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചേ. സ്തോത്രം. ഞാൻ മടങ്ങി വരുന്നു. എന്ന വാക്കിന്റെ അർത്ഥം സ്പീക്ക് ടു ദ ഹയസ്റ്റ് അതോറിറ്റി. ഉന്നതനായവനോട്, അത്യുന്നതനായവനോട് സംസാരിക്കുന്നു. അപ്പോൾ നാം ഉപയോഗിക്കുന്ന വൊക്കാബുലറി, പദപ്രയോഗങ്ങൾ, സംസാര രീതികൾ, നമ്മുടെ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് ഒക്കെ ഭയങ്കര വിഷയമാട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ ബോഡി ലാംഗ്വേജ് വിഷയമാണോ? അവിടെ കർമ്മയിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നല്ലോ, മുഴങ്കാലക്കിടയിൽ തല ഇങ്ങനെ കുനിച്ചു വെച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുന്നു. ബോഡി ലാംഗ്വേജ് പ്രശ്നമാണോ? ചിലര് കൈയൊക്കെ രണ്ടും പുറകെ കെട്ടി പരേഡിന് പട്ടാളക്കാർ നിൽക്കുമ്പോൾ നിന്നൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. സ്തോത്രം. നിവരാൻ നിൽക്കുന്ന മോശമാണെന്നല്ല ഞാൻ പറഞ്ഞ, അങ്ങനെ ചിന്തിക്കില്ലേ. ഞാൻ മടങ്ങി വരാം. എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥമാണ് ഞാൻ സ്പീക്ക് ടു ദ ഹയസ്റ്റ് അതോറിറ്റി. അതത്രയും മതി. രണ്ടാമത്തെ പോലേക്ക് വരാം. എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ അർത്ഥം വീണ് കിടക്കുക. അതാ പ്രാർത്ഥന. വീണ് കിടക്കുക, വേറെ വഴിയില്ല. 25 വർഷമായി പ്രാർത്ഥിച്ചു മടുത്തൊരു മനുഷ്യനാണ്ട് വീണ് കിടക്കുക ദൈവസന്നിധിയിൽ. എന്താ പ്രശ്നം? തലമുറയില്ല. എന്താണ് പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്റെ പേര്? അബ്രഹാം.
വാഗ്ദത്തമൊക്കെ കേട്ടു, തലമുറയെ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിന്റെ അരിത്തോട് ഞാൻ കൊണ്ടുവരിക. വാഗ്ദത്തമൊക്കെ കേട്ടു, തലമുറ ഉണ്ടാകും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെയാ പറഞ്ഞത്. ആഹാ, അന്നേരം മുതല് രണ്ടുപേരും കാത്തിരിക്കുക. 1, 2, 3 വർഷങ്ങൾ പലത് കിടന്നു. ഈ ദാസൻ ഇട്ടേച്ചു പോയോ? തരാന്ന് പറയുന്നുണ്ട്. എത്ര വർഷമായി? അബ്രഹാം എന്ന ദാസൻ ഇട്ടേച്ചു പോയെന്നാ ഞാൻ ചോദിച്ചേ. വർഷം 25 പോയില്ല. 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വന്നു. പാൽ ആൽ എന്ന പദം ആദ്യം ഉപയോഗിക്കുന്നത് ഇവിടെ ഉൽപ്പത്തി 18 കണ്ടോ? ദൈവം ഇറങ്ങി വന്ന് അബ്രഹാം ചോദിക്കുക, അബ്രഹാം, ദൈവം വിളിച്ചു, ഇയാളാണീ, ഞാനിതാ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അനി എൽ ഷദ്ദ ആയി. ദൈവം പറയാ, അബ്രഹാം, അനി എൽ ഷദ്ദ ആയി. നമ്മളത് എൽ ഷദ്ദായി എന്ന് ഒറ്റ വാക്കിലാ പറയുന്നത്. എങ്ങനെയല്ലത്? എൽ ഷദ്ദ ആയി. അതിന്റെ അർത്ഥം ഞാൻ പിന്നെ പറയാം. ദൈവത്തോട് പറയാണ്, പ്രാർത്ഥന എന്ന പദം ആദ്യം ഉപയോഗിക്കുന്ന അവിടെ. പ്രാർത്ഥന എന്ന പദം എബ്രായ ഭാഷയിൽ ആദ്യം കാണുന്ന ഭാഗം അബ്രഹാമും ദൈവവും നമ്മൾ ഈ സംഭാഷണത്തിന്റെ ആ ഭാഗത്താണ്. വീണ് കിടക്കുക. 25 വർഷമായി വാഗ്ദത്തം കേട്ടിട്ട്, വാഗ്ദത്തം കിട്ടിയിട്ട് ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മറുപടി ഉണ്ടായേ മതിയാകൂ. അതിനു വേണ്ടി വീണ് കിടക്കുക. എഴുന്നേറ്റ് പോകാന്നല്ല, ദൈവസന്നിധിയിൽ അത്രത്തോളം വീണ് കിടക്കുന്നതിനാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിയരെ, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുകയല്ല ചെയ്യേണ്ടത്. ദൈവത്തിന്റെ ആവശ്യത്തിന് മുമ്പാകെ വീണ് കിടക്കുകയാണ്. പരാതിയായിട്ടല്ല. വീണ് കിടക്കുന്നതിന്റെ അർത്ഥം തന്നേ തീരു കൊണ്ടേ പോകൂ എന്നുള്ള ആശയത്തിലല്ല. എനിക്ക് ഇവിടമല്ലാതെ വേറൊരു അഭയസ്ഥാനമില്ല. എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ വേറൊരു സ്ഥാനമില്ല. എനിക്ക് ചെന്ന് കയറാൻ വേറൊരിടമില്ല. അതുകൊണ്ട് തിരുമുമ്പാകെ ഞാൻ വീണ് കിടക്കുന്നു. അത് പ്രാർത്ഥനയാണ്. എന്ത്? ദൈവസന്നിധി വീണ് കിടക്കുന്നത്. സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഉപ്പാപ്പിനൊക്കെ വീണോട് തൊട്ടടുത്ത് തന്നെ സഭ ഹോളായിരുന്നത് കൊണ്ട് പ്രാർത്ഥിക്കണം തോന്നുമ്പോൾ അന്നേരം ഹോളിലോട്ട് പോകും. ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു, ഷുഗറിന്റെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വിലക്കിയാലും പ്രാർത്ഥന നിർത്തുകയില്ല. അതിന് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഹോളിക്കരി പായലം വിരിച്ചിട്ടേച്ച് ഇരുന്ന് പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോൾ കിടക്കും. കിടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഉറങ്ങുക. നല്ലല്ല, അടുത്ത് എന്നാൽ പ്രാർത്ഥിക്കുന്ന കേൾക്കാം. കാലിന് മുട്ടുവേദനിച്ചാലും ശരീരത്തിന് പ്രയാസമുണ്ടായാലും അസ്വസ്ഥത ഉണ്ടായാലും അതിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥന നിർത്തുകയല്ല, ദൈവമാകെ വീണ് കിടക്കുകയാണ്. അവരൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വേറെങ്ങും ട്രസ്റ്റ് ചെയ്യാൻ, നമുക്ക് വിശ്വസിക്കാൻ ഒരിടമില്ല. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കാൻ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. 1, ഏറ്റവും അത്യുന്നതനായ വ്യക്തിയോട് സംസാരിക്കുന്നു. 2, ദൈവസന്നിധിയിൽ വീണ് കിടക്കുന്നു. 3-ാമത്തെ കാര്യം പറഞ്ഞ് ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിക്കാം. പൽ ആൽ എന്ന പദം അബ്രഹാമിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ അർത്ഥം എന്നറിയാമോ? കഴിഞ്ഞ 25 വർഷമായി നീ എന്നോട് പ്രാർത്ഥിക്കുകയല്ലേ? പ്രാർത്ഥന പൽ ആൽ എന്ന പദം ഉപയോഗിക്കുക. എന്റെ 3-ാമത്തെ അർത്ഥം എന്നറിയാമോ?
നടക്കുകയില്ല എന്ന് ലോകം നിന്നോട് പറയുന്ന കാര്യങ്ങൾ നടത്തി തരണമെന്ന് നിനക്ക് എന്നോടൊന്ന് പറയാൻ പറ്റുമോ? എന്റെ ഉള്ളം തുടിക്കുന്ന ഭാഗം പറയുമ്പോൾ, ഒരിക്കലും നടക്കുകയില്ല എന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരാൻ നിനക്ക് എന്നോടൊന്ന് പറയാൻ പറ്റുമോ? അത് കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ് നമ്മുടെ ദൈവം. ഈ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചോളം നമുക്കുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, നമുക്കൊന്നും തരാത്ത, നമ്മുടെ ഒരു കാര്യം നടത്തി തരാത്ത, നമ്മളെ ഇട്ട് കുഴപ്പിക്കുന്ന, ഒരു കാര്യം കൃത്യത ചെയ്യാത്തൊരു ദൈവം നമുക്കുള്ളതെന്ന. പ്രിയരെ, സ്വർഗത്തിലെ അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണെന്ന് അനുഗ്രഹിക്കുന്നത്, ഏത് വഴിയിലൂടെ അവരെ അനുഗ്രഹിക്കാൻ ഒരു മീഡിയം കിട്ടുന്നതെന്ന് നോക്കി നടക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഞാൻ ഉദാഹരണം പറയാം, പുസ്തകത്തിൽ തന്നെ പറയാം. എനിക്ക് പുസ്തകത്തിന്റെ കാര്യം പറയാം, പുസ്തകം തന്നെ പറയുന്ന ഇഷ്ടം. ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ ആവർത്തിക്കാൻ, നിങ്ങൾ ക്ഷമിക്കണം. ഏലിയാവിനോട് തമ്പുരാൻ പറഞ്ഞു, നീ കെരീത്തിൽ പോയിരുന്നോ, അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ടെന്നു. തോട്ടിലെ വെള്ളം പറ്റിയപ്പോൾ ദൈവം ഏലിയാവോട് പറയുക, നീ എഴുന്നേറ്റ് സാരഫാത്തിലേക്ക് പോകണം, അവിടെ നിന്നെ പോറ്റണം, ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ചിന്തിച്ചു നോക്കിയാൽ ഭയപ്പെട്ടും മരണത്തെയും കാത്തിരിക്കുന്ന വ്യക്തിയാണ് ആര്? ഏലിയാവ്. ആ ഏലിയാവിനോട് ദൈവം പറയാം, ഞാൻ നിനക്കൊണ്ട് ഒരുക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു വിടുന്നാണ്ട് ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന ഒരു വീട്ടിലേക്ക്. അതെന്തോന്ന് ഇടപാടാ? ഏലിയാവ് ഓൾറെഡി ഇവിടെ ചാകാൻ റെഡിയായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ഏലിയാവിനോട് പറയുക, സാരഫാത്തിൽ അവിടെ നിന്ന് പോറ്റേണ്ടത് ഞാൻ ഒരു വിധവയോട് കൽപ്പിക്കണം. അവർക്ക് തന്നെ തിന്നാനും കുടിക്കാനും ഇല്ല. അങ്ങോട്ട് പറഞ്ഞു വിട്ടേച്ച് പറയാണ്, നിന്നെ പോറ്റേണ്ട ഞാൻ അവളോട് കൽപ്പിക്കണം. അവള് ചാകാൻ വേണ്ടി ഇരിക്കുക, ആത്മഹത്യ ചെയ്യാണ്ടിരിക്കുക. നിനക്ക് വല്ലതും പിടികിട്ടിയോ? കാര്യം ഞാൻ പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്നു ദൈവത്തിന് എങ്ങനെങ്കിലും ആ സാരഫാത്തിലെ വിധവയെ ഒന്ന് അനുഗ്രഹിക്കണം. അതിനൊരു കണക്ഷൻ കിട്ടണ്ടേ? മനസ്സിലായോ? ആ വിധവയും തന്റെ മകനെയും അനുഗ്രഹിച്ച് അവരുടെ സ്ഥിതി മൊത്തത്തിൽ ഒന്ന് മാറ്റിയെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ അതിനൊരു ലിങ്ക് വേണ്ടേ? അതിനൊരു മീഡിയം കിട്ടണ്ടേ? അതിനാണ് ഈ ഇവിടുത്തെ വെള്ളവും പറ്റിച്ചിട്ട് ദൈവം നടന്ന ദാസനായി ഏലിയാവിനെ അങ്ങോട്ട് വിട്ടത്. ഞാനിപ്പോ പറഞ്ഞതിന്റെ റൂട്ട് വല്ല നിങ്ങൾക്ക് പിടികിട്ടിയോ? നമ്മൾ ഇതെല്ലാം പറഞ്ഞ പോരാട്ടമാണ്. നാളുകളായി ഞാൻ കുടിച്ചുകൊണ്ട തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞ ദുഷ്ടശക്തിയെ ഭത്സിക്കുന്നു. എടാ, ആ വെള്ളം തീർന്നാലേലും നീ അവിടെ ഒന്ന് എഴുന്നേക്കുമല്ലോ, ആ വീട്ടിലോട്ടൊന്ന് പോകില്ലെന്ന് ഓർത്താ ഈ വെള്ളം പറ്റിച്ചേ. നീ എന്നിട്ട് പോകുന്നില്ലെങ്കിൽ ദൂതും പറഞ്ഞു, നീ എന്നിട്ട് അങ്ങോട്ട് പോക്കൂ, നീ തീറ്റയുടെ കൂടെ കാര്യം നീ വിഷമിക്കണ്ട, ഞാൻ അവിടെ കൽപ്പിച്ചോ, നീ അങ്ങോട്ടൊന്ന് ചെല്ല്. നമ്മളാണ് അടയാളം ചോദിക്കും. ഏത് വിധവ? സാരഫാത്തിൽ എത്രയോ വിധവകളുണ്ട് കർത്താവ്, അതിൽ ഏത് വിധവയാണ് ഞാൻ എങ്ങനെ തിരിച്ചറിയാൻ തക്കവണ്ണമായി ഇടയായി തീരും? കെരീത്തിന് അടയാളം ചോദിച്ചില്ലേ? വിധവയെ കണ്ടാൽ ഏതാ നീ അറിയണം. പറഞ്ഞവൻ അത് കേട്ടിട്ട് അങ്ങ് പോയാ പോരെ. സ്തോത്രം. ആ കുടുംബത്തെ എങ്ങനെങ്കിലും ഒന്ന് അനുഗ്രഹിക്കണം. അതിനെന്താ ഒരു വഴി? ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുന്ന ഈ കുടുംബത്തെ തിരികെ കൊണ്ടുവന്ന് അവളെ അവിടെ തലമുറയും ദൈവത്തിനെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു വഴി നോക്കിട്ട് കാണാതിരുന്നപ്പോഴാ ഏലിയാവിന്റെ വഴി അടച്ചിട്ട് അങ്ങോട്ട് വിട്ടത്. നമ്മൾ പറഞ്ഞ പിശാചി നമ്മുടെ വഴി അടച്ചു. നമ്മൾ കേൾക്കുന്നത് ഈ കെരീത്ത് ഞാൻ മാറ്റി ഉണ്ടോ? ഇവിടെ ഒരു എന്താ പറയുന്നത്, ഉദ്യാനമാക്കി മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. ഈ കെരീത്ത് ഇവരെ എവിടുന്ന് എങ്ങനെയാലും ഇവിടുന്ന് പൊക്കി വിട്ടിട്ട് വേണം ആ വീട്ടുകാരെ അനുഗ്രഹിക്കാൻ. അതിനാണ് ഇവിടുത്തെ സകല വഴിയും ബ്ലോക്ക് ചെയ്തത്. നമ്മൾ പറഞ്ഞ അത് മുഴുവൻ പിശാചി ബന്ധിച്ചു വെച്ചേക്കുക. സ്വോത്രം. കാക്കയുടെ വരവ് നിന്ന പാട്ടിനകത്ത് പുസ്തകത്തിലാണ് അതൊട്ട് ഇല്ലെന്താ. പുസ്തകത്തിനകത്ത് കാക്കയുടെ വരവ് നിന്നുന്നില്ല. നമ്മളെല്ലാരും പറഞ്ഞ അങ്ങനെയാണ്. തിരുത്തൊട്ട് വെള്ളവും വെച്ച് കാക്കയുടെ വരവ് നിന്നെന്ന്. കാക്കയുടെ വരവ് നിന്നില്ല. തമ്പൻ ഒരു കാര്യം പറഞ്ഞാക്കിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാക്കി തന്നെ സ്ഥിരമാണ്.
പിന്നെ പാട്ടിനകത്തേ ഉള്ളൂ, പുസ്തകത്തിലില്ല. പിന്നെ കാക്ക വന്നാലും ശരി വന്നില്ലേ ശരി, വരാതിരിക്കുന്നതാണ് നല്ലത്. വന്നിട്ട് ഇതാ കഴിയെങ്കിൽ പിന്നെ വരാതെ ഇരുന്നല്ലോ. പോട്ടെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എങ്ങനെങ്കിലും ദൈവത്തിന് തന്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കാൻ ഒരു വഴി റൂട്ട് നോക്കിയാണ് ദൈവം നടക്കുന്നത്. നമ്മളായിട്ട് ആ ചാനൽ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണ്ടേ? മനസ്സിലായോ? സ്തോത്രം. ഈ ടാങ്കിൽ കിടക്കുന്ന വെള്ളം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ ടാങ്കും ടാപ്പും ഇതിനിടയ്ക്കുള്ള ഈ പൈപ്പ് ലൈൻ ഇല്ലേ, അത് കറക്റ്റ് ആയിരിക്കണം. അതിന്റെ ഈ പൈപ്പിനകത്ത് ഈ അഴുക്കെല്ലാം കയറി ഇരുന്നാൽ കൃത്യമായിട്ട് വെള്ളം കിട്ടില്ല. ഒരു ശീ പോകുന്ന ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു സന്ധ്യ വരെ ടാപ്പ് തിരിക്കാന്നുള്ളതല്ലാതെ കണ്ട് പൂന്നൊരു ശബ്ദം മാത്രം വരും. അതിന് ചെയ്യേണ്ട കാര്യം ഇടയ്ക്കുള്ള തടസ്സങ്ങളൊക്കെ മാറ്റണം. അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം പിടികിട്ടുമല്ലോ. നാമും ദൈവം നമ്മളുടെ ബന്ധത്തിന്റെ ഇടയിൽ ദൈവത്തിന് നമ്മിലേക്ക് വരേണ്ടതിനൊക്കെ തടയുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ മാത്രമേ ഈ ഫ്ലോ കറക്റ്റ് ആവും. മനസ്സിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുക, നടക്കുകയില്ല എന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരണമെന്ന് നിനക്ക് എന്നോടൊന്ന് പറയാമോ? അവസാനിപ്പിക്കാം. ലോകം ഇന്ന് വരെ പറഞ്ഞത് നടക്കുകയല്ലെന്ന. ഇതൊരു ബൈബിൾ പഠനമാണെങ്കിലും ഞാൻ നിങ്ങളൊരു ദൂതും പറയട്ടെ. വചനാകുമ്പം തെറ്റുകയല്ലോ. ഞാൻ പ്രവചനമായിട്ട് പറഞ്ഞാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്ന് ചിലപ്പോഴും പറഞ്ഞെന്ന് വന്നേക്കാം. ആകാശഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത ദൈവവചനം വെച്ചുകൊണ്ട് ഞാൻ പറയാം, നടക്കുകയില്ല എന്ന് ലോകം നിന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരണമെന്ന് ദൈവത്തോടൊന്ന് പറയാമോ? അത് കേൾക്കാൻ നോക്കിയിരിക്കുക നമ്മുടെ ദൈവം. നമുക്കതൊന്നും പറയാൻ നേരമില്ല. വേറെ ഏതാണ്ടെല്ലാം പറഞ്ഞിട്ട് ഈ വിഷയം പോവാ. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞേ? ഒരു കാരണവശാലും നടക്കുകയില്ല എന്ന് നിയമം നോക്കിയാൽ, സാധ്യത നോക്കിയാൽ, സാഹചര്യം നോക്കിയാൽ, സ്ഥിതിവിവരങ്ങൾ നോക്കിയാൽ, സാമ്പത്തികം നോക്കിയാൽ, there's no possibility. പക്ഷേ ഞാൻ എപ്പോഴും പറയാനുള്ളൊരു വാചകം നിങ്ങളോട് പറയാം. യഹോശാഫാത്തിന്റെ ദൈവം നിങ്ങളോട് പറയുന്നു. എന്താണ്? യഹോശാഫാത്തും കൂട്ടർ യുദ്ധത്തിന് പോകുമ്പോൾ മരുഭൂമിയിൽ വന്നു. കൂടെയുള്ളവർക്കും ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും ഒന്നും വെള്ളം കൊടുക്കാൻ ഒരു വഴിയുമില്ലാതെ കുഴഞ്ഞപ്പോൾ ഇവിടെങ്ങും യഹോവയോട് ആലോചിക്കാൻ പ്രവാചന്മാരില്ലയോ എന്ന് അന്വേഷിച്ചു. എലീശയെ കണ്ടുപിടിച്ചു. എലീശ വന്നു. രാജാക്കന്മാർ 2-ാം പുസ്തകം 3-ാം വാക്യത്തിലെ കാര്യം ഞാൻ ഈ പറഞ്ഞു. നോക്കണേ, എലീശ വന്നു, അവരോട് പറഞ്ഞു, ഇത് മരുഭൂമിയല്ലേ? അതെ, ഡെസേർട്ടാ, മരുഭൂമിയാ. ദൈവത്തിന്റെ ദാസനോട് ദൂത് പറഞ്ഞു, നിങ്ങൾ ഈ മരുഭൂമിയിൽ ധാരാളം കുഴികൾ വെട്ടണം. അടുത്ത വാക്ക്, കാറ്റ് കാണുകയില്ല, മേഘം കാണുകയില്ല, മഴയും പെയ്യുകയില്ല, പക്ഷെ കുഴികൾ മുഴുവനും വെള്ളം കൊണ്ട് നിറയും. മരുഭൂമിയിൽ ഉറവയ്ക്ക് സാധ്യതയില്ല. വെള്ളം ഒരു തുള്ളി വീണമെങ്കിൽ മഴ പെയ്താലേ ഒക്കൂ. മഴക്കാറ് പോലുമില്ല. മഴക്കാർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരുന്ന കാറ്റ് അതുമില്ല. അതാണ് പറഞ്ഞത്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മേഘം കാണുകയില്ല, മഴയും പെയ്യുകയില്ല, പക്ഷേ താഴ്വര മുഴുവനും വെള്ളം കൊണ്ട് നിറയും. ദൈവഭയമുള്ളവനായ യഹോശാഫാത്ത് പറഞ്ഞതുപോലെ ആ മരുഭൂമിയിൽ ധാരാളം കുഴികളെ വെട്ടി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ആ കുഴികൾ മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. കാറ്റില്ല, മഴയില്ല, മേഘവുമില്ല, ഉറവയില്ല, മരുഭൂമിയാണ്. പക്ഷെ ആ കുഴി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞതുപോലെ ഞാനും നിങ്ങളോട് പറയട്ടെ, നടക്കുകയില്ല എന്ന് ലോകം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരണമെന്ന് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു നോക്കിയാലും എങ്ങനെ കണക്കൂട്ടി നോക്കിയാലും നടക്കാൻ ഒരു സാധ്യതയുമില്ല, ഒരു പോസിബിലിറ്റീസും ഇല്ല, ഒരു ലക്ഷണമില്ല, ഒരു കാറ്റില്ല, മഴയില്ല,
മേഘമില്ല, ഒന്നുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ഞാൻ പറയട്ടെ, ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത തിരുവഴുത്ത് ഞാൻ നെഞ്ചോട് ചേർത്ത് പറയുന്നു, വിശ്വാസത്തോടെ നടക്കുകയില്ല എന്ന് ലോകം പറയുന്ന കാര്യങ്ങൾ നടത്തി തരാൻ നിങ്ങൾ ദൈവത്തോടൊന്ന് പറഞ്ഞേ. അതിന്റെ പേരാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ 3 പദത്തിന്റെ ഒന്നാമത്തെ പദത്തിന്റെ 3 അർത്ഥങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. സ്പീക്ക് ടു ദ ഹയസ്റ്റ് അതോറിറ്റി. 2, ദൈവമുമ്പാകെ വീണ് കിടക്കുക. 3, നടക്കുകയില്ല എന്ന് ലോകം നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരണമെന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം. കാര്യം എന്താണ്, സാഹചര്യം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിക്കുന്നു. ആ വചനാടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നടക്കുകയില്ല എന്ന് ലോകം നിങ്ങളെ നോക്കി പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരണമെന്ന് ദൈവത്തോടെന്ന് പറയാമോ? അബ്രഹാമിനോട് ചോദിക്കുക, അബ്രഹാമേ, നടക്കില്ല എന്നല്ലേ ലോകം നിന്നോട് പറഞ്ഞത്? സാധ്യതയില്ലെന്നല്ലേ ലോകം നിന്നോട് പറഞ്ഞത്? അങ്ങനെ നടക്കില്ല എന്ന് ലോകം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരണമെന്ന് നിനക്ക് എന്നോടൊന്ന് പറയാമോ? ഞാനത് കേൾക്കാൻ കാതോത്ത് നിൽക്കുകയാണ്. അബ്രഹാമേ, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത, എങ്ങനെ നോക്കിയാലോ നടക്കാൻ ഒരു സാധ്യതയുമില്ല, ഒരു പോസിബിലിറ്റിയും ഇല്ല. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും നിയമപരമായും സാംസ്കാരികമായും എങ്ങനെ നോക്കിയാലും എല്ലാം നമുക്കെതിരാണ്. നടക്കാൻ ഒരു സാധ്യതയുമില്ല. ദൈവം ഇറങ്ങി വന്ന അബ്രഹാമിനോട് പറയുക, നടക്കില്ല എന്ന് ലോകം നിന്റെ നേരെ വില ചൂണ്ടി പറഞ്ഞ കാര്യങ്ങൾ നടത്തി തരണമെന്ന് നിനക്ക് എന്നോടൊന്ന് പറയാമോ? ആ ഒരു വാചകം കേൾക്കാൻ കാതോത്ത് നിൽക്കുന്ന നല്ല ഒരു ദൈവം, അതിന്റെ പേരാണ് പ്രാർത്ഥന. ഞാൻ ഈ രാത്രിയിൽ നിങ്ങളോട് പറയട്ടെ, വീണ്ടും വീണ്ടും എന്റെ മനസ്സിൽ ആ പ്രേരണ ദൈവം നൽകുന്നത് കൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു കാരണവശാലും സാധ്യതയില്ലാത്തയിടത്തും, ഒരു സാധ്യതയുമില്ലാത്ത ഇടത്ത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. ഇനി ഒരു പ്രതീക്ഷയില്ലാത്ത നിലയിൽ നമുക്കറിയാം, ലാസർ മരിച്ചു, കല്ലറിൽ കൊണ്ടടക്കം ചെയ്തു. ഇനി ഒരു മടങ്ങി വരവില്ല. ഏറ്റവും താൻ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ലാസർ. കർത്താവിനെ സംബന്ധിച്ചോളം യേശു താൻ സ്നേഹിച്ച ലാസർ ഏറ്റവും സ്നേഹിച്ച വ്യക്തിയാണ്. പ്രത്യേകിച്ച് മാർത്ത മറിയയുടെ കുടുംബം, ബഥാനിയിലെ ഭവനം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ്. പക്ഷെ ലാസർ മരിച്ചു. 3 ദിവസം കർത്താവ് വന്നില്ല. അവരുടെ രീതി അനുസരിച്ച് മരിച്ച അടക്കം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിവെളുപ്പിനെ തന്നെ സുഗന്ധവർഗങ്ങളുമായി കല്ലറയ്ക്ക് ചെല്ലും. കല്ലറ മാറ്റി അകത്തിയെന്ന് ആ ബോഡിയിൽ ഒരു സുഗന്ധലേപനങ്ങൾ പൂശും. 3 ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. 4-ാം ദിവസം ആകുമ്പോഴത്തേക്കിനും വല്ലാത്ത ദുർഗന്ധം വമിച്ചു തുടങ്ങും. സഹോദരിമാരും 3 ദിവസം പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് 3 ദിവസം കർത്താവ് ചെന്നില്ല. 4-ാം ദിവസം ആരും പോകത്തില്ല, അന്ന് കർത്താവ് ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കർത്താവ് കരഞ്ഞു. അതിന്റെ കാരണം ആ സഹോദരനുള്ള സ്നേഹം. ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞെന്ന് മലയാളത്തിൽ. ഞാനൊരു കാര്യം പറയട്ടെ, മരിച്ച് 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നാറ്റം വെച്ച ലാസർ പുറത്തു വന്ന് എങ്ങനെയെന്നറിയാമോ? ദൈവം ലാസറിനെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്. എബ്രായ ഭാഷയിലെ 22 അക്ഷരങ്ങൾ ഉള്ളതിൽ 2-ാമത്തെ അക്ഷരമാണ് ബെയ്റ്റ്. 1-ാമത്തെ അക്ഷരം അലഫ്, 2-ാമത്തത് ബെയ്ത്ത്, 2-ാമത്തെ ഗിമൽ, ഡാലത്ത്, അങ്ങനെയാണല്ലോ അക്ഷരങ്ങൾ പോകുന്നത്. നിങ്ങളെല്ലാം സ്കൂളിൽ പഠിച്ചവരായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ബൈറ്റ് എന്ന അക്ഷരത്തിന് 3 സിലബിൾസ് ഉണ്ട്. ബ, ഇ, ട്. 3 ശബ്ദം, 3 സിലബിൾസാണ്. ആ ഒരക്ഷരം മുഴുവൻ കർത്താവ് ഉപയോഗിച്ചില്ല,
ആദ്യത്തെ ഭാഗം മാത്രം ഉപയോഗിച്ചുള്ളൂ. ഈറ്റ് അത് ഉപയോഗിച്ചില്ല. കല്ലറക്ക ചെന്നച്ച് ബ ഇത്രേ പറഞ്ഞുള്ളൂ. ബൈറ്റ് എന്ന അക്ഷരത്തിന്റെ ആദ്യത്തെ ഒരു ശബ്ദം മാത്രമേ പുറപ്പെടുവിച്ചുള്ളൂ. ബൈറ്റ് എന്ന് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം വളരെ വിശാലമാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ബ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നാറ്റം വെച്ച ലാസർ ജീവനുള്ളവനായി പുറത്തു വന്നു. അവിടെ കിടന്ന് അലറി കൂകി വിളിച്ചൊന്നും ഒരു ബഹളം കാണിച്ചില്ല. ബ എന്ന് മാത്രമേ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു വാക്ക് ഉച്ചരിച്ചാൽ നടക്കയില്ല എന്നും ഇനി ഒരിക്കലും ഒരു മടങ്ങി വരവില്ലെന്നും എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ ലോകം വിധി എഴുതുന്നതിനെ ജീവനോടെ മടക്കി വരുത്താൻ കർത്താവിന് ഒരു സെക്കൻഡ് മുഴുവനും വേണ്ട. ഓ എത്ര നല്ലവനാം പ്രിയനെ, ഇതരേ രുചിച്ചറിയുവാൻ. ഇത്ര നല്ലവനാം പ്രിയനെ, ഇതരയിൽ രുചിച്ചറിയുവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. എത്ര മനോഹരമായ പാട്ടല്ലേ! ഇത്ര നല്ലവനാ പ്രിയനെ, ഇധരയിൽ രുചിച്ചറിവാൻ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാം. ഈ കർത്താവിന്റെ സന്നിധിയിരിക്കാൻ എത്ര സന്തോഷമാണ് പ്രിയനെ, എത്ര ആനന്ദമാണ്. മതി മറിഞ്ഞ് എത്ര നിമിഷം ഇരുന്നാലും നാം ക്ഷീണിക്കയില്ല. കർത്താവിനെ അനുഭവിച്ചറിയുന്ന, രുചിച്ചറിയുന്ന ഒരു ദൈവത്തിനുണ്ടാകുന്ന ആത്മീക അനുഭവം ഇതാണ്. ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കും. ദൈവം അനുവദിച്ചാൽ നിശ്ചയമായും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.